പെസഹ ദിനമാണ്. പെസഹ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാടിൻ്റെ ദിനത്തിനെ ഓർപ്പിക്കുന്നതാണ്. ഫറവോൻ്റെ അടിമത്തത്തിലിരുന്ന ജനം വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണം തുടങ്ങുന്നതിന് മുമ്പ് അവസാനമായി ഈജിപ്തിൽ അവർ ആചരിച്ചതായ ആഘോഷമാണ് പെസഹ. പെസഹ എന്ന വാക്കിന് കടന്നു പോവുക എന്നതാണ്. ഈ ജനം ഒരു ദേശത്തിൽ നിന്നും മറ്റൊരു ദേശത്തിലേക്കുള്ള കടന്നുപോക്കലിന് അവർ ഒരുങ്ങുകയാണ്. ഈ കടന്നുപോക്കൽ ഒരു വാഗ്ദത്തത്തിൻ്റെ പ്രയാണമാണ്. എന്നാൽ ക്രിസ്തു ആചരിക്കുന്ന പെസഹ ഒരു വാഗ്ദത്ത പൂർത്തീകരണത്തിൻ്റെ പ്രയാണവുമാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അരയിൽ തോർത്തു ചുറ്റി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ നാം ദർശിക്കുന്നത് ദാസനായിത്തീരുന്ന ഗുരുവിനെയാണ്. ഈ ഗുരു നമുക്ക് കാണിച്ചു നൽകുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു പാഠമുണ്ട്. താഴ്ത്തപ്പെടുമ്പോഴാണ് ഗുരുവായി തീരുന്നത്. വിനയപ്പെടുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠമായി തീരുന്നത്. താൻ കാണിച്ചത് തൻ്റെ ശിഷ്യരും പിന്തുടരണമെന്ന് കർത്താവ് അവരെ ഓർപ്പിക്കുകയാണ്. ഈ പെസഹ നുറുക്കപ്പെടേണ്ടതാണ്. ആദ്യ പെസഹയിൽ കുഞ്ഞാടിനെ പാകം ചെയ്ത് അവർ ഭക്ഷിക്കുന്നതായി അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ പെസഹയിൽ കർത്താവ് തൻ്റെ ശരീരത്തെ അവർക്ക് വേണ്ടി നുറുക്കി കൊടുക്കുകയാണ്. താനെടുത്ത് നുറുക്കി വാഴ്ത്തി നൽകുന്ന ആ അപ്പനുറുക്ക് തൻ്റെ ശരീരമാണ് എന്നവരെ പഠിപ്പിക്കുകയാണ്. താൻ ഉയർത്തുന്ന കാസ തൻ്റെ രക്തമാണെന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. ഈ ഉയർത്തപ്പെടുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ തകർക്കപ്പെടുവാൻ വേണ്ടിയാണ്. തകർക്കപ്പെടുക എന്നത് നാം ആരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. പലപ്പോഴും നാം ചിന്തിക്കുന്നത് വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ, വേദപുസ്തകത്തിൽ പ്രത്യേകിച്ചും യോഹന്നാൻ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് 5 അപ്പവും 2 മീനും കർത്താവ് എടുത്ത് വാഴ്ത്തി സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അവർക്ക് കൊടുത്തു. അപ്പോൾ അത് 5000 പുരുഷന്മാർ ഭക്ഷിച്ചു, അതിലധികം കുട്ടികളും സ്ത്രീകളും ഭക്ഷിച്ചു. വാഴ്ത്തുക എന്നുള്ളത് അനേകം പേർക്ക് നൽകപ്പെടുന്നതാണ്. എന്നാൽ നുറുക്കുക എന്നത് തകർക്കപ്പെടലാണ്. ഈ പെസഹ നമ്മെ ഓർപ്പിക്കുന്നതും നാം തകർക്കപ്പെടുന്നവരായിത്തീരണം. തകർക്കപ്പെട്ടാൽ മാത്രമേ അത് പുതുതായി മെനയപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഈ പെസഹ ദിനം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടവനോടൊപ്പം നുറുക്കപ്പെടുവാൻ സമർപ്പിക്കുന്നതായിത്തീരണം. അതാകട്ടെ ഈ നോയമ്പിൻ്റെ ദിനത്തിലെ നമ്മുടെ തീരുമാനം.